صل على سيدنا محمد وعلى ال سيدنا محمد صلى الله عليك يا سيدي يا رسول الله وبيدي قبلة عندك يا رسول الله. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ചുള്ളവരുടെ പൊരുത്തത്തിലായി കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അല്ലാഹു തആല നമ്മയും കുടുംബങ്ങളും ആദരിച്ചവരെ ലൈലത്തുൽ ഖദ്റിൽ വിജയിക്കുകയും അവന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും കരസ്ഥമാക്കുകയും ചെയ്യുന്ന മുത്തഖീകളിൽ അല്ലാഹു തആല നമുക്ക് ഇടം നൽകുമാറാകട്ടെ. ആമീൻ. ആമീൻ. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ. നരകവും ആ നരകത്തെ എത്രത്തോളം നമുക്ക് സഹിക്കാൻ കഴിയും എന്നുള്ള വിഷയവുമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ 7 പേരുകൾ പരിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ശിക്ഷാമുറകളെ കുറിച്ച് വളരെ വിശാലമായിട്ട് ഖുർആനിലും അതിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയും കാണാൻ കഴിയും. പക്ഷെ ഇന്ന് അതൊക്കെ പറയുമ്പോൾ അതൊരു കെട്ടുകഥകളായി, അല്ലെങ്കിൽ അതൊക്കെ ഒരു പരിഹാസ്യ രൂപേണയാണ് നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ ഈ വിഷയങ്ങളിലൊക്കെ പറഞ്ഞപ്പോൾ ഖുർആനിലാണെങ്കിലും ഹദീസിലാണെങ്കിലും കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന തെറ്റുകൾ. ഇതൊങ്ങനെ പറയാനുള്ളൊരു കാരണം, പരിശുദ്ധ റമദാനിലെ നമുക്കറിയാം, ഒരു ദിവസത്തിൽ വെച്ച്, ഒരു വർഷത്തിലെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മൂല്യമേറിയ ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയാതാണ് ലൈലത്തുൽ ഖദ്ർ അല്ലേ? അതിന്റെ മഹാത്മ്യങ്ങളിൽപ്പെട്ട ഒന്നെന്താണ്? 1000 മാസങ്ങളേക്കാൾ മഹത്വമുള്ളത്. രണ്ടാമത് എന്താ? ലൈലത്തുൽ ഖദ്റിലെ മഹത്വങ്ങൾ ഒന്ന് 1000 മാസങ്ങളേക്കാൾ മഹത്വമുള്ളതാണ്. രണ്ടാമത് അതിന്റെ അത്ര മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇൽ ഖൽഖി, അവന്റെ എല്ലാ അടിമകളും അത് ലഭ്യമാവും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ദരിദ്രനെന്നോ ധനവാനെന്നോ അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും കിട്ടും. ചോദിച്ചാൽ, അത് ഉപയോഗിച്ചാൽ, അത് ഫലപ്രദമാക്കിയാൽ എല്ലാവർക്കും കിട്ടും. ആളുകളെ നോക്കിയിട്ട് എന്ത് ചെയ്യില്ല, തട്ടൂല. പക്ഷെ എന്നിട്ട് നബി നമ്മൾ വീണ്ടും പറഞ്ഞു, ഇല്ല മുശ്രിക്കിൻ ഔ മുശാഹിൻ. എല്ലാവർക്കും കിട്ടുന്ന സംഗതിയാണ്. നിന്നിരുന്ന് ഹയാത്താക്കിയാൽ ദിക്ർ ചെല്ലിയാൽ എല്ലാവർക്കും കിട്ടും. പക്ഷെ അങ്ങനെ ചെല്ലിയാൽ പോലും കിട്ടാത്ത 2 ടീമിനെ നബി നമ്മൾ വേണ്ടി പറയുന്നുണ്ട്. അത്രയും അവന്റെ വിശാലത നൽകുന്ന, അവന്റെ റഹ്മത്ത് നൽകുന്ന, എല്ലാവരിലേക്കും കാരുണ്യം നൽകുന്ന, അഫ്വ് ചെയ്യുന്ന ഒരു ദിനാണ്. ആ ദിനങ്ങൾ ഒരാളെ ഏറ്റവും വ്യത്യാസമില്ലാതെ അല്ലാഹു തആല സെലക്ട് ചെയ്യുന്നു, നമ്മൾ അധ്വാനിക്കുന്നതിനനുസരിച്ച്. പക്ഷെ അങ്ങനെ അധ്വാനിച്ചാൽ പോലും കിട്ടാത്ത 2 കൂട്ടക്കാരെ പറയുമ്പോൾ അവരെത്രമേൽ ഹതഭാഗ്യരാണ്. അപ്പൊ അതുകൊണ്ടാണ് സുഹൈലുൽ ഓതിയത്. അതിന്റെ ഒന്നും മുശ്രിക്കാൻ ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത ആളുകൾ അല്ലാതെ അത്രയും തിരുനോട്ടം ലഭിക്കുന്നില്ല. അത്രയും എന്താ പറയാ, ആ വ്യക്തിയെ കുറിച്ച് എങ്ങനെ വിശദീകരിക്കണം? നമുക്ക് മുശ്രിക്കാം. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ശിർക്ക് വെക്കുന്നത്. ശിർക്കിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അതിന്റെ വ്യാഖ്യാനം ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുക. ഒന്ന് മുശ്രിക്ക്. രണ്ടാമത് മുശാഹിന. എന്താ മുശാഹിന്റെ അർത്ഥം? ഞാൻ ഒരുവട്ടം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ല, മുശാഹിൻ തെറ്റി നടക്കുന്ന, പിണങ്ങി നടക്കുന്ന, പരസ്പരം പിണങ്ങി നടക്കുന്നവർക്ക് ലൈലത്തുൽ ഖദ്ർ ഇല്ല. ഇതിന്റെ വാഗ്ദാനങ്ങളാലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഹദീസാണ് ഞാൻ പറഞ്ഞത്. പിണങ്ങി നടക്കണമെങ്കിൽ എത്ര വലിയ താലിബുദാത്തായിട്ടും കാര്യമില്ല. പിണങ്ങാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പിണക്കം എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ? മറ്റുള്ളവരോട് വെറുപ്പ് വെച്ച് നടക്കുന്ന മനസ്സിന്റെ ഉടമക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. ലൈലത്തുൽ ഖദ്ർ ഒരു വ്യക്തിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ ദുആയോ മറ്റോ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ? ഇത് ഞാൻ ഒന്നും കൂടി ഈ ഒരു സമയങ്ങളിൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ദിവസങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയിട്ട് തെറ്റി തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. നമുക്കൊക്കെ ആകെയുള്ള പരാതി എന്താ? ദുആ ചെയ്യുന്നുണ്ടെങ്കിലും കുറെ പേര് ചെയ്യുന്നതല്ല, ഈ ചെയ്ത ദുആ തന്നെ കിട്ടുന്നില്ലല്ലോ. ദുആ തട്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും എന്താ? ഇതാണ്. ഇത് നാം ചെയ്യുന്നതിന്റെ ഫലം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കാത്തതിന്റെ ഒരു കാരണം ഇതാണ്. എന്താണ്? മറ്റുള്ളവരോട് വെറുപ്പ് വെച്ച് മുഷാഹിനിൽ പണങ്ങി നടക്കുക. അത് കുടുംബത്തിനാണെങ്കിലും പറയും വേണ്ട, കുടുംബബന്ധം പുലർത്താത്ത കുടുംബത്തിന് പണങ്ങി നടക്കുക. അതിനൊക്കെ നമുക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് ന്യായീകരണങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. പക്ഷെ ആ ന്യായീകരണങ്ങളൊന്നും ഇസ്ലാമിലോ റബ്ബിന്റെ അടുക്കലോ വിലപ്പോകുന്നതല്ല. നമുക്ക് ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വെൽപ്പത്തരം പറഞ്ഞ് നടക്കാന്നല്ലാതെ റബ്ബിന്റെ മുമ്പിൽ ഒരു രക്ഷയില്ല. കാരണം ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് നബിതങ്ങൾ പറഞ്ഞതാണ് കുടുംബബന്ധം മുറിക്കുന്ന ഒരു വിഷയം. ഖിയാമത്ത് നാളിൽ അള്ളാഹ് നോക്കാത്ത വിഭാഗങ്ങളായ നബിതങ്ങൾ എണ്ണിയതിലൊന്നല്ല സിറത്തുറപ്പെ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളെ കുറിച്ച്. നമ്മൾ ഇന്നലെ സക്കാത്തിന്റെ വിഷയം പറഞ്ഞു. 2 കൂലി കിട്ടും കുടുംബത്തിനെ പരിഗണിച്ചാൽ. അതിലൊന്നെന്താ? കുടുംബബന്ധം ചേർത്താൻ അത് അവർ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പൊ കുടുംബത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും പിണങ്ങി നടക്കാനോ മറ്റുള്ളവരോട് വെറുപ്പ് വെച്ച് നടക്കാനോ പാടുള്ളതല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. അപ്പൊ നമ്മൾ എത്ര ഹയാത്താക്കിയാലോ, അല്ലെങ്കിൽ എത്ര ദിക്ർ ചെല്ലിയാലോ, അല്ലെങ്കിൽ എത്ര ഖത്ബ് തീർത്താലോ, അല്ലെങ്കിൽ എത്ര സ്വലാത്ത് ചെല്ലിയാലോ ഇത് നമുക്ക് ലഭ്യമാവാതിരിക്കാൻ നാം തന്നെയാണ് കാരണക്കാർ. അല്ലാഹു തആല സ്വീകരിക്കുന്നില്ല. അതിലുള്ള ഒന്നാണ് മറ്റുള്ളവരോട് മറ്റ് മുഷാഹിനായിട്ട് പണങ്ങി നടക്കുന്ന തെറ്റി നടക്കുന്നത്. മുഖം ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമോ 2 മുസ്ലിമീങ്ങൾ തമ്മിൽ 3 ദിവസത്തിൽ കൂടുതൽ പണങ്ങി നിന്നാൽ ഇസ്ലാമിൽ നമ്മൾ കാഫിറാവുന്നൊക്കെയാണ് സംഗതി. ശരിയാണ്, അതൊരു വെറും ഒരിതല്ല, അത്രയും ഗൗരവമുള്ളതാണ്. പണങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ പിണങ്ങാൻ പറ്റും ദീനിന്റെ പേരിൽ പണങ്ങി. ഒരാളോട് പിണങ്ങാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് അയാളുടെ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു ദേഷ്യമില്ല, ഒരു വെറുപ്പില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ദീനിനെതിരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ പരസ്യമായ ദീനിൽ അറിയപ്പെട്ട നിയമങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ മോശമായ തെറ്റുകളെ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മളോട് വീണ്ടും എന്ത് ചെയ്യണം? അവനോട് വീണ്ടും സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കാണുന്നവർ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ വീണ്ടും മറ്റുള്ളവർക്ക് തെറ്റിലേക്ക് പോകാൻ അതൊന്നും വലിയ തെറ്റല്ല. എല്ലാവരും അവർക്ക് ചെയ്തിട്ട് ഒരാൾ നല്ലോണം കണ്ടുപിടിച്ച് നമ്മൾ പോയിട്ട് കൊണ്ടുപോകേണ്ട നല്ലോണം സപ്പോർട്ട് ചെയ്ത് കണ്ണൂർ വലിയ തെറ്റല്ല എന്ന് തോന്നി മറ്റുള്ളവരും അതിലേക്ക് പോകാം. അങ്ങനെ ദീനീപരമായ വിഷയത്തിൽ ഒരാളോട് നമുക്ക് അകലം പാലിക്കാം എന്നല്ലാതെ ഒരാളോട് അവൻ എന്നെ അതിന് വിളിച്ചിട്ടില്ല, അപ്പൊ മറ്റൊത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവൻ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയില്ല, അല്ലെങ്കിൽ ഇവ കണ്ടപ്പോൾ കണ്ടിയില്ല, ഇതൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരാളോട് പണങ്ങാൻ പാടില്ല. അതിന് നമ്മളെന്താ അങ്ങനെ പറയാൻ കാരണം നമ്മളൊരു മഹലിൽ ജീവിക്കുന്ന ആളുകളാണ്. ഈ മഹലിനോട് നമുക്ക്, മഹൽ മീൻസ് നമ്മുടെ നാടിനോട് നമുക്കൊരു ബാധ്യത, അയൽവാസികളോടൊരു ബാധ്യത, കുടുംബങ്ങളോടൊരു ബാധ്യത. നമ്മൾ ഏറ്റവും കൂടുതൽ പണങ്ങുന്നത് ഏതുപോലെ? ഏറ്റവും കൂടുതൽ പണങ്ങുന്ന ആള് പണങ്ങുന്നത് നമ്മൾ ആരോടാണ്? കുടുംബക്കാരോടും ഏറ്റവും ഗൗരവമുള്ള 2 ടീംസാണ്. ഏറ്റവും ഗൗരവമുള്ള 2 ടീംസാണ്. നീ നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണം. ഒരു മറ്റു മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കണം. വീണ്ടും അയൽവാസികളെ കുറിച്ച് ഒരുപാട് വിഷയം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ ഗുണം ചെയ്യുമ്പോൾ നിങ്ങളുടെ അയൽവാസികളോട് നിങ്ങൾ ഗുണം ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ആർക്കൊക്കെ നിങ്ങളുടെ ഗുണം എടുത്തിട്ടുണ്ട്. അവിടെ ഒരിക്കലും അയൽവാസിയെ ഖുർആനിലോ ഹദീസിലോ പറയുമ്പോൾ അവിടെ ജാതിയോ മതങ്ങളോ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. അയൽവാസിയാണോ അവനെ ബഹുമാനിച്ചോ? അയൽവാസിയാണെങ്കിൽ അവനക്കുള്ള ആദരവ് കൊടുക്കണം, അവനക്കുള്ള കടമകൾ കൊടുക്കണം. നമ്മൾ പറയുന്നത് ഒരു ഹദീസിൽ ഞാൻ ആകെ ഭയപ്പെട്ടു പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന അയൽവാസികളോടുള്ള കടമകൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി. എന്താ പേടിച്ചത്? ഈ അയൽവാസികളോടുള്ള കടമകൾ പറഞ്ഞു അപ്പൊ ഞാൻ സ്വത്തിന്റെ പകുതി അനന്തരം അയൽവാസികൾക്ക് കൊടുക്കാനുള്ള നിയമം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുക. അത്രമേൽ അവരുമായിട്ട് കടമകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത്രമേൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അയൽവാസികളോടുള്ള കടമകൾ വിവരിച്ചപ്പോൾ ഞാനിങ്ങനെ ധരിച്ചു പോയി.
പറഞ്ഞവരെന്താണ് എന്റെ സ്വത്തുക്കളിൽ നിന്ന് അവർക്കും ഒരു അവകാശം ഉണ്ടാവുമോ എന്ന് ധരിച്ചു. അത്രമേൽ അയൽവാസികളോട് കടമകളുണ്ട് എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ പണിതുന്ന ഒരു ടീം അയൽവാസികളാണ്. പിന്നെ ഒന്നുള്ളത് കൊണ്ടുപോകും. ഈ രണ്ട് വിഷയങ്ങളും നമ്മുടെ ഇബാദത്തും ലൈലത്തുൽ ഖദ്റും പ്രാർത്ഥനകളും ഇബാദത്തെല്ലാം തടയപ്പെടുന്നു എന്ന് മാത്രമല്ല, നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പോകാൻ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നരകവുമായി ബന്ധപ്പെട്ട വിഷയവും ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ ഞാൻ തോബയാണെങ്കിലും ഞാൻ തോബ ചെയ്യാനെങ്കിൽ ചെയ്തിട്ടുണ്ടാവും. 23-ാം രാവാണ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ സാധ്യത ഏറെയുള്ള രാവാണ്, തിങ്കളാഴ്ച രാവാണ്. ഇന്ന് തിങ്കളാഴ്ച രാവിലെ അതിൻ്റെതായിട്ടുള്ളൊരു മഹത്വമുണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 27 വരുന്നത് വെള്ളിയാഴ്ച രാവാണ്. അപ്പൊ അങ്ങനെയുള്ളതാണ്. അപ്പൊ ഇത് കൂടുതൽ നമ്മളതൊക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്നത് ഫലം കിട്ടാതെ എങ്ങോട്ടാ ചോർന്ന് പോകുന്നത് എന്നറിയണ്ടേ? അതറിയാനാ പറഞ്ഞ തെറ്റ് തിരുന്നാറുള്ള ഒരു അവസരമാണ്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് നാശമാണ്. നാശം എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ തുടങ്ങുക ഒരു സൂറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അതേപോലെ എല്ലാ സൂറത്തും പിന്നുള്ളത് എന്താ? വൈലുല്ലിൽ മുത്തഫിഫീന. അവിടെ നാശം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഈ രണ്ട് നാശം പറഞ്ഞിട്ട് തുടങ്ങുന്നതും ഒരു തെറ്റ് ചെയ്ത ആളുകൾക്കാണ്. ആ തെറ്റുകൾ സ്വന്തം ചെയ്തതല്ല, മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ വൈലുല്ലി കുല്ലിഹു മസത്തിൽ വൈലുൽ നാശമാണ്, നരകമാണ്. ഇതിന് പല വ്യാഖ്യാനം എന്താണെങ്കിലും അതാപന്യാണ്, നല്ലതല്ല. നാശമാണ്. ആരാണ് ഹുമസക്കാര്, ആരാണ് ലുമസക്കാർ? രണ്ട് ടീംസുകളാണ്, എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ ചികഞ്ഞു നടക്കുന്നവർ, മറ്റുള്ളവരുടെ പോരായ്മകളെ ഇങ്ങനെ ചികഞ്ഞു നടക്കുന്നവർ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്നവർ, അവർക്ക് നാശമാണ്. ഈ തെറ്റിന്റെ പ്രത്യേകത എന്താ? സ്വയം ചെയ്യുന്ന തെറ്റല്ല, മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റാണ്. ഇതേപോലെ തന്നെയാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദത്താറു അലൻ നാസി എന്ന് പറയുന്ന അവിടെയും പറയുക എന്താ? വൈലും നാശമാണ്. ആർക്ക്? ലിൽ മുത്തഫിഫീൻ, കച്ചവടക്കാർ. കച്ചവടക്കാരൻ അവർ സ്വയമല്ല ചെയ്യുന്നത്, മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റാണ്, മറ്റുള്ളവരെ ചതിക്കുകയാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുകയാണ്. കച്ചവടത്തിൽ അവര് ചെയ്യുന്നതെല്ലാം ഇദത്താറു അലൻ നാസി, ജനങ്ങൾ തൂക്കത്തിലും തൂക്കത്തിലും ഇതിലൊക്കെ വെട്ടിപ്പുകൾ നടത്തി മറ്റുള്ളവരെ ചതിക്കുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അപ്പൊ ഈ രണ്ട് സൂറത്തുകളും അല്ലാഹു തആല തുടങ്ങുന്ന തെറ്റിന് വേണ്ടിയാണ്. ആ തെറ്റിനെ മറ്റുള്ളവരെ ബാധിക്കുന്ന തെറ്റാണ്. അതിൽ വൈലുല്യ നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരു സൂറത്താണ്. വൈലുല്യ കുല്ലു ഹുമസത്തിൽ ലുമസ, ഹുമസക്കാർക്കും ലുമസക്കാർക്കും നാശമാണ്. അല്ലദീ ജമഅ മാലൻ വഅദ്ദ. എന്താണ് ഈ ഇവർ ചെയ്യുന്നത്? അവര് മറ്റുള്ളവരുടെ ന്യൂനതകളും കുറവുകളൊക്കെ അങ്ങനെ പറഞ്ഞ് വലിയ ആളുകളായിട്ട് നടക്കുകയാണ്. അങ്ങനെ നടക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിൽ ഒന്ന് എന്താണെന്ന് അറിയട്ടെ? അവരുടെ ചെറുതായിട്ടൊന്നും ഉണ്ടാവും, പൈസ അല്ലെങ്കിൽ കുറച്ച് വലിപ്പത്തലുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കയ്യിലെതിരിച്ചൊരു സമ്പാദ്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് സൗഭാഗ്യങ്ങളോ ഉണ്ടാവും. ഒരു തിരക്കടുണ്ടാവില്ല. ചിലപ്പോൾ സൗഭാഗ്യം എന്ന് പറയുന്നത് അതിന്റെ വ്യാഖ്യാനങ്ങൾ കാണാം, ആരോഗ്യപരമായിട്ടായിരിക്കും, അല്ലെങ്കിലോ തർക്കടില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള വകുപ്പുള്ള ആളുകളായിരിക്കും. അപ്പൊ അവര് ധരിക്കുന്നത് ഞാനിപ്പോ സേഫ് സോണിലല്ലേ, അപ്പൊ ഇനി എനിക്കെന്താ, ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കി നടക്കാനാവാം എന്ന് ധരിക്കുന്ന ടീമാണ്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അവരവരുടെ സമ്പത്തിനെ എണ്ണിത്തിട്ടപ്പെടുത്താന്ന് പറഞ്ഞാൽ തർക്കടില്ല, എന്റെ അടുത്ത് എല്ലാം ഉണ്ട് എന്ന് ധരിച്ചു നടക്കുന്നു. പിന്നെ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖദദ. അവർ ധരിക്കുന്നു അന്നമാലോ, അവരുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യങ്ങൾ, ഇതൊക്കെ അതൊന്നും നിലനിൽക്കുന്നതാണ്, തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, തന്നെ സേവ് ചെയ്യുന്നതാണ് എന്ന് അവർ ധരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? സ്വന്തം ക്ലിയർ ആവാതെ മറ്റുള്ളവരെ അങ്ങനെ, മറ്റുള്ളവരെന്താ ഇങ്ങനെ, ഇതിങ്ങനെ നോക്കി നടക്കുന്ന ടീമുണ്ട്. കല്ലാ, അവർ കരുതിയതുപോലെ എല്ലാ കാര്യങ്ങളും ിലേക്ക് ഞാൻ അവരെ ഉപയോഗപ്പെടും. വേറൊരു ഇതോടെ പറയുന്നില്ല, നോക്കണം, നല്ലോണം ഗൗരവത്തിന് ചിന്തിക്കണം. അതിന്റെ ഭീകരത എത്രയാണെന്ന് മനസ്സിലാക്കണം.
ഈ ഒരു തെറ്റ് വിവരിച്ചിട്ട് അല്ലാഹു തആല ഡയറക്റ്റ് പോണത് അങ്ങോട്ടല്ല. എന്നാൽ അവര് ധരിച്ചതുപോലെ അല്ലട്ടോ കാര്യങ്ങൾ. ഞാൻ അവരെ പിടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെ ചോദ്യം ചെയ്യുന്നു, അങ്ങനൊന്നല്ല പറഞ്ഞത്. എല്ലാ കാര്യം അവര് ധരിച്ചതുപോലെയല്ല. നേരെ ഡയറക്റ്റ് അവരെ ഞാൻ ഹുത്തമയിലേക്ക് എറിയപ്പെടും. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുന്നു ഈ ഹുത്തമയിലേക്ക് എറിയപ്പെടും എന്ന് പറയുമ്പോ നിങ്ങൾ കരുതുന്ന എന്താ ഹുത്തമ? നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? കത്തിക്കപ്പെടുന്ന, കത്തിയാളപ്പെടുന്ന തീയാണ്, നരകമാണ്. ആ നരകത്തിന്റെ ഭീകരത പറയുന്നത് ശരീരങ്ങളിൽ മുഴുവനും പടർന്നു വികതനമുള്ള ഒരു സ്ഥലത്ത് നിന്ന് തട്ടുമ്പോഴേക്കും മൊത്തം ഫീസ് അടിച്ചു പോകുന്ന രൂപത. അത്രയും ഗൗരവമുള്ള തെറ്റുകൾ, കടവരമായ അതിലേക്ക് ഞാൻ അവരുടെ കൊടുക്കും. കാരണം അവിടെ നിസ്സംശയം ഒരു ഇളവോ അല്ലെങ്കിൽ ഒരു അഫുവോ അവർക്ക് ലഭിക്കൂല എന്നുള്ളത് ഇതിന്റെ വ്യാഖ്യാനത്തിൽ, ഈ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്. ഹബീബായ തങ്ങളുടെ ഹദീസുണ്ട്. മറ്റുള്ളവരുടെ മറ്റേ രഹസ്യങ്ങൾ ചെകഞ്ഞു നടക്കുന്നവർ, അത് പരസ്യപ്പെടുത്തുന്നവർ, മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്നവർ, ഖിയാമത്ത് നാളിൽ അവർക്ക് ഒരു ദയ ഉണ്ടാവില്ല. അതിൽ പറയുന്ന ഒരു പ്രത്യേകത എന്താ? ഖിയാമത്ത് നാളിൽ കുന്നോളം ഇബാദത്തുകളുമായിട്ട് വരുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യരെ കാണുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെട്ടു പോകും. കാരണം എന്തൊരു ഭാഗ്യവാനാണ്, എത്രത്തോളം ഇബാദത്തുകളാണ്. നിസ്കാരങ്ങളുണ്ട്, നോമ്പുകളുണ്ട്, ഹജ്ജുകളുണ്ട്, സകാത്തുകളുണ്ട്, സ്വതക്കകളുണ്ട്, ഇഅ്തികാഫുകളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നി അങ്ങനെ ആയാൽ മതിയെന്ന് ഞാൻ എന്നൊക്കെ തോന്നിപ്പോകുന്ന രൂപത്തിൽ, മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന രൂപത്തിൽ ഇബാദത്തുകളുമായി മഹ്ശറിലേക്ക് വരുന്ന, ഹിസാബിനെ സമീപിക്കാൻ വരുന്ന ആളുകളെ കാണും. പക്ഷെ അവരുടെ പിന്നിൽ ഒരു നീണ്ട നിരയുണ്ടാവും. നിബിതങ്ങളുടെ ഹദീസാണ്, ഒരു നീണ്ട നിരയുണ്ടാവും. ഇവൻ വേദനിപ്പിച്ചവർ, അഭിമാനത്തിന് ക്ഷതം വരുത്തിയവർ, കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടന്നവർ, ഗീബത്ത് നമീമത്ത് പറഞ്ഞു നടന്നവർ, ആ ആളുകളെല്ലാം പടച്ചറബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറയുന്നുള്ളതാണ്. ഈ ആളുകൾ മുഴുവനും പറയും, ഇവൻ എന്നെ എന്നത് പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ എന്നത് ചെയ്തിട്ട്. അതിന് പിന്നെ എന്താ വേണ്ടത്? എനിക്ക് തിരിച്ചെനിക്കും ഫലം വേണം. അല്ലാഹു തആല നബിയോട് പറയുന്നു, ഇവൻ ചെയ്ത നന്മകൾ അവരിലേക്ക് വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുന്നോളം വരുന്ന ഇബാദത്തുകളുമായി വന്ന വ്യക്തി അവന്റെ നന്മകൾ മുഴുവനും ഈ വന്ന ഇവൻ പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതുമായ ആളുകളിലേക്ക് വീതിച്ചു കൊടുത്തിട്ട്, എന്നാലും ക്യൂ തീരുന്നില്ല. അമല് തീർന്നു. ഇതൊക്കെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ ഒരു ആലങ്കാരികമായിട്ട് പറയുകയാണ്, നിങ്ങൾ ധരിക്കേ വേണ്ട. കിതാബ് ഒരു അർത്ഥം വെക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്, അതുള്ളതാണ് എന്ന് പറയാൻ. ആ ഇബാദത്തുകൾ തീർന്നു നോക്കുമ്പോൾ ക്യൂ തീരുന്നില്ല. അപ്പൊ പിന്നെ ചെയ്യലെന്താ വീണ്ടും പറഞ്ഞിട്ട് ആ വന്നവരുടെ തെറ്റുകൾ എന്റെ പെരടിക്ക് ഇട്ടിട്ടാ പോണെ. കുന്നോളം ഇബാദത്തുകളുമായി വന്ന ആള് കുന്നോളം പാപങ്ങളുമായി കൊണ്ട് നരകത്തിൽ, അതാണ് ഉത്തമ നരകത്തിലേക്ക് അറിയപ്പെടുന്നത്. വേറൊരു ഇബാദത്തും നമുക്ക് സ്വീകരിക്കപ്പെടില്ല. കാരണം ഈ മറ്റുള്ളവരുടെ കടമകൾ, ആളുകളുമായിട്ടുള്ള ഹക്കുകൾ, കടമകൾ അത് പാലിക്കാതെ എത്ര വലിയ കാലുകുതാത്തായിട്ടും കാര്യമില്ല, അത്ര വലിയ തങ്ങളായിട്ടും കാര്യമില്ല. ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടോ അത് ക്ലിയർ ചെയ്യാതെ ഇബാദത്തുകളോ ഒന്നും അന്ന് സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ടല്ലേ തൗബ, നമ്മൾ തൗബ ചെയ്യും. തൗബ ഏത് വരെ തൗബ ചെയ്യാം? ഏത് നിമിഷത്തിന് തൗബ ചെയ്യാം? തൗബയുടെ വാതിൽ എപ്പോൾ അടക്കപ്പെടുക അറിയോ? തൗബയുടെ വാതിൽ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ. ഇപ്പൊ കിഴക്കുന്ന ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കല്ലേ? പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ കഅബയുടെ വാതിലുകൾ അടക്കപ്പെടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി അതുവരെയും തൗബ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കും. എന്റെ ഇടയിൽ തൗബ എന്ന് പറഞ്ഞാൽ ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണമെങ്കിൽ തട്ടൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ എപ്പോഴാ? നമ്മളെന്ന് പറഞ്ഞപ്പോ നമ്മൾ ചെയ്യും തൊണ്ടക്കുഴിയിലെത്തും. അതിന് മുമ്പായിട്ട് നമ്മൾ തൗബ ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഓരോ സൂര്യൻ പടിഞ്ഞാറ് അത്രയും, നമ്മൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് തൗബ ചെയ്തു. അതിന് ശേഷമുള്ള തൗബ സ്വീകരിക്കൂല. കാരണം ഫിർഔൻ തൗബ ചെയ്തില്ലേ അല്ലേ? റബ്ബി മറ്റേ ആമന്ന റബ്ബി മുസാ വഹാ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മുങ്ങി ചാകാൻ പോയപ്പോഴേ അവൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിച്ചു,
റബ്ബന ആമന്ന ബിറബ്ബി മൂസ വഹാറൂൻ, മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു ഖുർആൻ പറയുന്നു. പക്ഷെ അവന്റെ തൗബ സ്വീകരിക്കൂല. കാരണം മരണം മുമ്പിൽ കണ്ട് ചെയ്യുന്ന തൗബയുടെ ആ തൗബ തള്ളപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓർഡറത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തീർത്തോളണം. പിന്നെ അത് കഴിഞ്ഞ അവസരം അവിടെ അവസാനിച്ചു എന്നാ പറയുന്നത്. പിന്നെ അവസരം അവിടെ അവസാനിച്ചു എന്നല്ല. അപ്പൊ അത്രയും വിശാലമാണ് തൗബ. തൗബ ആര് ചെയ്താലും നമുക്ക് സ്വീകരിക്കും. കാരണം അതിന് മുൻകാല ചരിത്രങ്ങൾക്ക് ഒരുപാട് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്വഹാബികൾ വന്ന് തൗബയെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി തങ്ങളോട് സംശയം പറഞ്ഞ് മുൻകാലങ്ങളിൽ ചെയ്തു പോയ ക്രൂരകൃത്യങ്ങൾ എല്ലാം നമുക്ക് കൊടുത്തിട്ടില്ലേ? എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കും തൗബ സ്വീകരിക്കണമെങ്കിൽ അവിടെ പറയുന്നത് 4 ശബ്ദം, 3 ശബ്ദം അല്ലാഹുവിനോട് ബന്ധിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം നമുക്ക് ഓരോരുത്തർ തൗബയിലേക്ക് ഇറങ്ങുമ്പോഴും അപ്പൊ ഇത് ക്ലിയർ ആക്കാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. 4 ശബ്ദമാണ് തൗബക്കുള്ളത്. ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക. നമ്മൾ ഏത് തെറ്റിനാണോ തൗബ ചെയ്യുന്നത് ആ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. ഹറാമ് കാണാനാണോ, പറയലാണോ, കേൾക്കലാണോ, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തോളൂ. രണ്ടാമത്, ഇനി അതിലേക്ക് ഞാൻ മടങ്ങൂല എന്ന് ഉറപ്പ് പറയാം. ശബ്ദത്തിന് വളരെ സിമ്പിളാണ്. മൂന്നാമത്തത്, ചെയ്തു പോയ സംഭവിച്ചു പോയതിൽ ഖേദം വരണം. ഇതൊരു ലാഘവത്തിന് പറയുന്നില്ല. മനസ്സറിഞ്ഞിട്ട് ഞാൻ ചെയ്തു പോയതാണ്, പാടില്ലാത്തതാണ് എന്നുള്ള മനസ്സ് തട്ടുന്ന ഖേദം. പണ്ഡിതന്മാര് പറയുമ്പോൾ കണ്ണീര് വരണം. മനസ്സ് തട്ടുമ്പോൾ ആ കണ്ണീര് വരിക. ഒന്നും കരയണം. ഈ 3 ശബ്ദം പാലിച്ച തൗബ സ്വീകരിക്കും. പിന്നെയുള്ള ശബ്ദമാണ് പ്രശ്നം. അത് റബ്ബിനോട് ബാധിക്കുന്ന ശബ്ദമല്ല, ജനങ്ങളോട് ബാധിക്കുന്ന ശബ്ദം. 4ാമത്തെ നിബന്ധന തൗബ സ്വീകരിക്കുക. അതെന്താ? കടപ്പാടുകൾ പുറത്തുവിടാനുണ്ടെങ്കിൽ, ബാധ്യതകളുണ്ടെങ്കിൽ, പറഞ്ഞതും ചെയ്തതും ഉണ്ടെങ്കിൽ ഒന്നിരിക്കൽ പൊരുത്തപ്പെടണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. കടമകൾ, പൈസകളുടെ സാമ്പത്തിക ഇടപാടാകട്ടെ, മറ്റു ഇടപാടുകളാണെങ്കിൽ പറഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞു പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലാതെ തലകുറ്റി നിന്ന് തൗബ ചെയ്തിട്ടുള്ള കാര്യമില്ല. തൗബ സ്വീകരിക്കില്ല. ഇത് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ തൗബ സ്വീകരിക്കാതെ പാപങ്ങൾ നമ്മളിപ്പൊക്കെ ചെയ്യുന്നതാണ്. നമ്മളിവിടെ പറയുന്നത് ഈ പാപങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ പാപമോചനം, ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പൊ ലൈലത്തുൽ ഖദ്ർ കിട്ടാതിരിക്കാനും വേണമെങ്കിൽ നമുക്ക് വെറുപ്പ് കയ്യിലൊക്കെ കാരണങ്ങൾ എന്താ? മറ്റുള്ളവരുടെ ഒരുപാട് ശാപങ്ങൾ പോലും നടക്കുന്നവരാണ്. വലിയ ഗൗരവമുള്ള തെറ്റാണ്. നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്നത്. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ പറഞ്ഞ അയാൾ കേൾക്കൂലെങ്കിൽ റബ്ബ് കേൾക്കൂലേ? റബ്ബ് കേൾക്കൂലേ? ഇപ്പൊ ഞാൻ നിങ്ങളെ കുറിച്ചൊരു വിഷയം പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ റബ്ബ് കേൾക്കൂലേ? അത് ഭയങ്കര. അപ്പൊ ഞാൻ ചെയ്തതാണെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. അതിനുള്ള അർത്ഥമൊന്നും ഒരാൾക്ക് കൂടെ. ഈ ചെയ്തതാണെങ്കിലും പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ പറ്റണം എന്നുണ്ടെങ്കിൽ ഉപദേശിക്കാനായി കുറെ നിയമ സംവിധാനങ്ങളുണ്ട്. ഒരാളിൽ ഒരു ന്യൂനത കണ്ട് അതവൻ തിരുത്തപ്പെടണം എന്ന് ഉദ്ദേശിക്കണമെങ്കിൽ അതിന് ഉപദേശിക്കാൻ കുറേ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ വെച്ചിട്ടല്ലാതെ ആരും ഇവിടെ ഉപദേശിക്കാൻ പറ്റില്ല. അതിന് ഞാനായിക്കോട്ടെ, സയ്യിദായിക്കോട്ടെ, ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിൽ ഒരാളും ഇടപെടാൻ പറ്റില്ല. ഇടപെട്ട ഗൗരവം തന്നെയാണ്. ഗൗരവം തന്നെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ ദിനേന നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുക്കളാണ്. അങ്ങനെയുള്ളവർക്ക് ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അവനോട് പറയേണ്ടത്? ലൈലത്തുൽ ഖദ്ർ അപ്പൊ കൊടുക്കണില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള വസ്തുക്കളുടെ വിഷയങ്ങൾ പറയണം. അപ്പൊ പിന്നെ ചോദിക്കും, ഇവിടെ കുഴപ്പമില്ലല്ലോ ജീവിക്കാൻ, എന്താണ് ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഫിറൗൻ അങ്ങനെ തന്നെ. ഫിറൗൻ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു എന്നുള്ളത് തോന്നുന്നുണ്ട്? ഉണ്ടോ? ഫിറൗൻ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരായിരുന്നു ഫിറൗൻ? ആരായിരുന്നു ഫിറൗൻ? അതും കൂടി ഒന്ന് അറിയണം. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ചരിത്രം പറയുന്ന സമയത്തിൽ കാണാം. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കും. അപ്പൊ റൂഹ് പിടിക്കുമ്പോൾ മറ്റൊരു മലക്കുകൾ സംശയം ചോദിച്ചത്ര ഏറ്റവും കൂടുതൽ റൂഹ് പിടിച്ചപ്പോൾ തങ്ങളെ വേദനിപ്പിച്ച അസ്റായിൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്ര വേദനിപ്പിച്ച ഒരു സംഗതി എന്തെങ്കിലും ഉണ്ടായിക്കണോ? അപ്പൊ ഇങ്ങനെ പറഞ്ഞത്ര ഒരു കുട്ടീനെ, ഒരു ഉമ്മയെ ഞാൻ റൂഹ് പിടിച്ചിട്ടുണ്ട്. വിജനമായ കാട്ടിൽ പ്രസവിച്ച ഉടനെ ആ ഉമ്മയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പിടിച്ചപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഉമ്മ ഒരു കാട്ടിൽ പ്രസവിക്കുക, ഒരു സ്ത്രീ പ്രസവിക്കുക. എന്നിട്ട് ആ കുട്ടിയെ അവിടെ ജീവൻ ഹയാത്തിലിട്ടിട്ട് ഈ ഉമ്മാനെ മരിപ്പിച്ച് കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പ്രസവിച്ച ഉടനെ
സങ്കടമില്ല. കാരണം കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? വലിയൊരു സങ്കടമാണ്. അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച റോഗ് പിടിക്കാതെ ഏതാണെന്ന് ചോദിച്ചത്. അപ്പൊ പറഞ്ഞതേമായി ഫിറഔനിന്റെ റോഗാണ്. അപ്പൊ കിതാബുകളിൽ കാണാൻ കഴിയും, അന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തിയ കുട്ടിയാണ് ഈ ഫിറഔൻ. മനസ്സിലായില്ല? അന്ന് നിങ്ങളെ സങ്കടപ്പെടുത്തിയില്ലേ കുട്ടിന് വിജനമായ കാട്ടിലിട്ടുണ്ട്. എന്നിട്ട് അങ്ങനത്തെ ഒരു കുട്ടിനെ, ആരാനുമില്ലാത്തൊരു കുട്ടിനെ ഫിറഔനിലേക്ക് എത്തിക്കാൻ അല്ലാഹു തആല സംവിധാനിച്ചത് അവന്റെ മഹത്വം കണ്ടിട്ടൊന്നുമല്ല. അങ്ങനെ ആരും കരുതണ്ട, പരീക്ഷയാണ്. അതുകൊണ്ട് നമ്മൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കുറവും വരുന്നില്ലല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടേണ്ടതല്ലേ എന്നൊന്നും പറയണ്ട. ഇവിടെ ദുനിയാവ് എന്നുള്ളത് പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങളാണ്. ഹിസാബിന്റെയും ഇഖാബിന്റെയും ഒക്കെ മണ്ഡലം വേറെ. അടിയങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെ പ്രവർത്തിക്കുക, ഇവിടെ പ്രതിഫലമല്ല. നാളെ പ്രതിഫലത്തിന്റെ നാളാണ്, അവിടെ പ്രവർത്തനമില്ല. അപ്പൊ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും? പ്രത്യക്ഷത്തിൽ കാണും. ഒരിക്കലും അതൊന്നും ശാശ്വതമായ തെറ്റിനുള്ള ശാശ്വതമായിട്ടുള്ള നമ്മളൊക്കെ കുറെ പറയലുണ്ട്. ആള് കുറെ പെടുന്നു, ചെയ്ത തെറ്റുള്ളതൊക്കെ ഇവിടുന്ന് അനുഭവിച്ചു പോയി. വെറുതെ പറയുകയാണ്, ഇവിടുന്ന് അനുഭവിച്ചതൊന്നും ഒന്നൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പറയാനുള്ളതും ചെയ്യാനുള്ളതും പറഞ്ഞ് തീർത്തിട്ട് ഇബാദത്തുകളിലേക്ക് ഇറങ്ങിയാൽ മതി. പ്രതീക്ഷിക്കുമ്പോൾ, ദുആകളിലേക്ക് ഇറങ്ങുമ്പോൾ, പരിശുദ്ധ റമദാൻ ഉപകാരപ്രദമാകണമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഒരു മടിയും വശവും അതിലാരും വിചാരിക്കേണ്ട. പറഞ്ഞതും ചെയ്തതും പോയിട്ട് പറയണം. എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കണ്ട. ഞാൻ നിന്നെ കുറിച്ച് ഇന്നത് പറഞ്ഞു എന്നൊന്നും പറയണ്ട. എനിക്ക് പൊരുത്തല്ലാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊരുത്തപ്പെട്ടല്ല. എന്റെ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടാൽ പറയുന്നത് മനസ്സ് തട്ടിയാവണം. വെറുതെ ഒരു അതൊരു പ്രഹസനമാകുന്നത് ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്? അള്ളാനെ. അള്ളാഹ് നമ്മളെ നല്ല വൃത്തിയായിട്ട് അറിയാൻ കഴിയും. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല നമ്മുടെ അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വരും നമ്മുടെ ഹൃദയത്തിന് വെറുപ്പുകളും വിദ്വേഷങ്ങളും വരിക. എങ്ങനെ പറഞ്ഞു നടക്കുന്നവരെയാണ് മറ്റേ കല്ലാതയിലേക്ക് വരികപ്പെടുമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസുകളുടെ അതിനെക്കുറിച്ച്, ഗീബത്ത് പറയുന്നവരെ കുറിച്ച്, നമീമത്ത് പറയുന്നവരെ കുറിച്ച്, മറ്റുള്ളവരുടെ ന്യൂനതകളെ ചില വിധങ്ങൾ പറയുന്നത്. ഒരാളുടെ ഒരു രഹസ്യം ദുനിയാവിൽ ഒരാൾ മൂടിവെച്ചാൽ ആഖിറത്തിൽ അവന്റെ രഹസ്യം അല്ലാഹു മൂടിവെക്കുന്നതാണ്. ഹദീസാണ്, വ്യക്തമായ ഹദീസാണ്. ഒരാളുടെ ദുനിയാവിൽ ഒരാളുടെ ഒരു രഹസ്യം അറിയാം, നമ്മളത് സംരക്ഷിച്ചു, അത് പുറത്താക്കിയില്ല, അവനെ വശറാക്കിയില്ല, അല്ലെങ്കിൽ അവനെ മോശമാക്കിയില്ല എങ്കിൽ ഖിയാമത്ത് നാളിൽ അവന്റെ രഹസ്യങ്ങളെല്ലാം മറച്ചു വെക്കുന്നു പറയുമ്പോൾ ഒരു ഗുണം ആലോചിച്ചു. അപ്പൊ നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നത്, തെറ്റ് ചെയ്യാത്തതൊന്നുമില്ല, പക്ഷെ സാഹചര്യത്തെ അനുഭവപ്പെടുത്തി ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റ്, ആ തെറ്റിനെ ഇപ്പോ ദുനിയാവിൽ വെച്ചിട്ട് അല്ലാഹു നമ്മളെ ശിക്ഷിക്കാൻ സംബന്ധിച്ച് നമുക്കൊരു രോഗം തന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി, അതാണോ നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്? അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ് നാട്ടുകാർ മൊത്തം കാണാനാണ്? ഏതാ നമുക്ക് പ്രയാസം? നമ്മൾ ചെയ്യുന്ന തെറ്റിന് അല്ലാഹു എന്തെങ്കിലും രോഗം തന്നു, ശിക്ഷയായിട്ട്, അതാണോ നമുക്ക് ഇപ്പൊ ഇവിടെ വലിയ പ്രയാസമായിട്ട് തോന്നുക? അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് എന്റെ ഭാര്യ അറിഞ്ഞു, എന്റെ ഉമ്മ അറിഞ്ഞു, എന്റെ മക്കൾ അറിഞ്ഞു, ലോകം മൊത്തം അറിയാം, അതാണോ? അതല്ലേ മറ്റുള്ളവർ അറിയാം, ഭയങ്കര ഒരു വിഷയമാണ് അല്ലേ? എങ്കിൽ ഖിയാമത്ത് നാളിൽ സർവ്വജനങ്ങളുടെ മുമ്പിലും ഇതേ ഒരു ലെവലിൽ എവിടെയും കിട്ടുന്നത് പേടിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഒരാളെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മോശമാക്കാൻ പാടില്ല. അത് പല രൂപത്തിലും മോശമാക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മെസ്സേജുകളൊന്നും ഫോർവേഡ് ചെയ്യാനുള്ളതല്ല. അതിന് വലിയ പ്രത്യേകിച്ച് ഒരു കൂലിയൊന്നുമില്ല. അത് നല്ലോണം മനസ്സിലാക്കണം. കാരണം ഫേക്ക് ന്യൂസിന് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ വശമാക്കിക്കൊണ്ടിരിക്കുകയാണ്, അഭിമാനത്തിന് ക്ഷതം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്നതിനും വശത്തരാണ്. നമ്മളിപ്പോ ഓരോരുത്തർക്ക് സ്വതക്ക് കൊടുക്കുക, അധികം കൊടുക്കുക, എടുക്കുക, വീഡിയോ എടുക്കുക. ഇത് എന്തിനാണ്? ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? വ്യക്തികൾക്ക് പോയിട്ട് നമ്മൾ സ്വതക്ക് കൊടുത്തിട്ടില്ലേ, എന്നിട്ട് ഇത് കൊടുത്തിട്ട് പബ്ലിക്കായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഇജ്ജത്തിലേക്ക് പറയാം. അതിന് ഷെയറിലേക്കും കമന്റുകളും ധാരാളം കൊടുക്കുക. ഇത് ആരോഗ്യ സത്യത്തിൽ ആ വ്യക്തി വശമാക്കലല്ലേ? ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോസ് നമ്മൾ ഭയങ്കര സങ്കടമായിരുന്നു. ഗൾഫിൽ നിന്ന് 13 വർഷത്തോളായിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നൊരു വ്യക്തി എക്സിറ്റ് അടിച്ചിട്ടാണ് വരുന്നത്. എക്സിറ്റ് അടിച്ചിട്ടാണ് ആ വ്യക്തി വരുന്നത്. കയ്യിലൊന്നുമില്ല, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു മനുഷ്യനില്ല കൂട്ടുകൊണ്ടാണ്. വീഡിയോസിലുണ്ടായി. ആരും അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ട്രോളി ബാഗ് മാത്രമായിട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്.
അദ്ദേഹത്തിനെ നിർത്താൻ കണ്ടപ്പോൾ രണ്ടാളുകൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ എത്ര വർഷത്തോളം ഇവിടെ എക്സിറ്റിലാണ്, വീട്ടിലേക്ക് പോകണം, കയ്യിലൊന്നുമില്ല. വീട്ടിൽ സഹായിച്ചു, വീട്ടിലേക്ക് കൊണ്ടാവാൻ പറ്റിയ സാധനങ്ങളൊക്കെ പക്ഷെ ഫുള്ള് ഫോട്ടോ കൊടുത്ത് ഞാൻ കാണാത്തതും അറിയാത്തതായിട്ടുള്ള ആരുമില്ല. ആ വ്യക്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവരുടെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇവര് നന്മയാണ് ചെയ്യണം. അതേപോലെ നമ്മൾ ഓരോ റമദാനുമായിട്ടും വിഷയങ്ങളുമായിട്ടും ഓരോ വിഷയങ്ങൾ വിറ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഒരിക്കലും അത് പ്രചരിപ്പിക്കാനും പറ്റില്ല. അതൊക്കെ എന്തിന്റെ പേരിലാണ്? അതൊക്കെ ഈ സത്യത്തിൽ പറഞ്ഞ വഷളാക്കാനാണ്, ഗുണം ചെയ്യലാണ്. അതുകൊണ്ട് അവർക്കൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേദന തന്നെയാണ്. അപ്പൊ അതുപോലെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ ഫേക്ക് മെസ്സേജുകളാണ്. ധാരാളമായിട്ട് ഫേക്ക് ന്യൂസുകൾ, ഫേക്ക് ഐഡിയകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ അത് കിട്ടണ ഉടനെ നമ്മൾ വായിച്ചെന്നെ നോക്കൂല, കണ്ടിട്ട് തന്നെ ഉണ്ടാവൂല, അല്ലെങ്കിൽ അതിന്റെ ജെന്യൂനിറ്റി എന്താണെന്ന് ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടാവൂല, ഉടൻ ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ നമ്മൾ കൂടി കാരണക്കാരാവുകയാണ്. ആ തെറ്റ് മറ്റുള്ളവരിലേക്ക് നമ്മൾ കൂടി എത്തിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ മുമ്പിൽ മറുപടി പറഞ്ഞേ മതിയാവും. അത് നമ്മളെ കുറിച്ചാണ്, നമ്മളെ കുറിച്ചുള്ള വീഡിയോസ്, നമ്മളെ കുറിച്ചുള്ളൊരു മോശത്തരാണ് മറ്റുള്ളവർ പ്രചരിപ്പിച്ചാൽ അവസ്ഥ നമ്മൾ വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഇബാദത്തുകൾ, ലൈലത്തുൽ ഖദ്റുകൾ, അല്ലാഹുവിന്റെ റഹ്മത്തൊക്കെ നമ്മളെ തൊട്ട് തടയുന്നത് നമ്മൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഹുത്തമ എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ പണി ചെയ്തോളൂ. ഇമാം ശുക്രി റഹ്മത്തുള്ളാഹി അലൈഹി ചിന്തിച്ചു കഴിയൂല. നേരത്തെ പറഞ്ഞ തീ കത്തുന്ന സമയത്തിൽ എന്ത് ചെയ്യാം, ഒരു കഷ്ണം തീയെടുത്തൊന്ന് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് 2 സെക്കൻഡ് 5 സെക്കൻഡ് എത്ര നിങ്ങൾക്ക് സഹായിക്കാൻ അതിനനുസരിച്ച് പറഞ്ഞു കൂട്ടിയാൽ മതി. ഇല്ലെങ്കിൽ ആ പരിപാടിക്ക് നിൽക്കണ്ട. ഇമാം ശുക്രി ചിന്തിച്ചു, ഒരു നിമിഷം പോലും ഇവിടെ തന്നെ വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിന്റെ 70 ഇരട്ടി ശക്തിയുള്ള തീ എങ്ങനെ ഞാൻ എന്റെ ശരീരത്തിൽ തട്ടിക്കും, എങ്ങനെ ഞാൻ എന്റെ ശരീരത്തിൽ തട്ടിക്കും? അതിനൊരു അവസാനമില്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ തീ കത്തി കൈ കരിഞ്ഞു പോയി, കഴിഞ്ഞു. ലാസ്റ്റ് എന്റെ മരണമാണ്. ആദർത്തിലോ ഒരു മരണവുമില്ല എന്ന സ്വസ്ഥായിട്ടൊരു ജീവിതം വേണ്ടേ? നമ്മള് സൂറത്തുൽ എന്താ പറഞ്ഞത്? പിന്നെ അവർക്ക് എന്തില്ല, അവിടെ മരണം, നരകത്തിലേക്ക് പോയിട്ടുള്ള അവസ്ഥ പറഞ്ഞു. എന്നതൊന്നും മരിച്ചൊന്നും കിട്ടുമോ? കിട്ടൂല. എന്നാ മര്യാദക്കൊരു ജീവിതം, ഒന്ന് സ്വസ്ഥായിട്ടുള്ളൊരു ജീവിതം പറ്റൂല. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണ്ട. തൗബയിലേക്കും ലൈലത്തുൽ ഖദ്റൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആളുകളാണ്. അതിന് മുമ്പായിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനടക്കമുള്ള ആളുകൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പറഞ്ഞത് ചെയ്തതൊക്കെ പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ആ പരിപാടിക്ക് നിൽക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? മറ്റൊരാളുടെ ന്യൂനതകളും പോരായ്മകളും നോക്കാൻ ആരെയും റബ്ബ് ഏൽപ്പിച്ചിട്ടില്ല. ഉണ്ടോ? ഒരാളെ ഏൽപ്പിച്ചാണ് അവനവന്റെ. ഞാൻ പറഞ്ഞു ഫീനഫ്സിലേക്ക് നോക്കി. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഈ ലോകത്താണ് ഞാനാണ്. എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് അറിയുന്ന ആളാണ് ഞാനാണ്. എന്നെ കുറിച്ച് ഞാൻ പറയണ്ടേ? എന്നെ കുറിച്ചല്ലേ ഞാൻ പറയേണ്ടത്? നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് എന്നോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഞാൻ എന്താ ഇപ്പൊ മറുപടി പറയാ? ഞാനെന്താ മറുപടി പറയാം? എന്റെ ന്യൂനതകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? പക്ഷെ എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഞാനാണ്. പക്ഷെ ഞാൻ ഉണ്ടോ? ഞാൻ അവിടെ മറിച്ചു കൊടുക്കും. ഇനി നിങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചു നോക്കും. നിങ്ങളെ കുറിച്ച് എനിക്ക് എത്ര മാസം പരിചയമുണ്ട്? 4 മാസം. ഇനി നിങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചു, ഞാൻ അഭിപ്രായം പറയില്ല. അത്ര വലിയ ശരിയല്ല, ഇത്ര വലിയ ശരിയല്ല എന്ന് പറയില്ല, ഇല്ലേ? അപ്പൊ അവിടെ വേണ്ട നന്മ നമ്മൾ കാണുന്നില്ല. പിന്നെയോ തിന്മകൾ എടുത്ത് പറയാം. ആ പരിപാടി ചെയ്യാൻ പറ്റണ്ട. അവനവനെ സ്വയം ജഡ്ജ് ചെയ്യാൻ, തിരുത്താൻ നോക്കുക. മറ്റുള്ളവരാരും ജഡ്ജ് ചെയ്യാൻ നിൽക്കണ്ട, തിരുത്താൻ നിൽക്കണ്ട. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. മുഷാഹിദാണ്, അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടൂല. എങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങളെ കുറിച്ച് പറയേണ്ടതില്ല. അതുപോലെയുള്ള തെറ്റുകൾ നല്ലോണം ശ്രദ്ധിച്ച് കുറെ പറഞ്ഞിട്ടുള്ള മനുഷ്യന്മാരാണ്, നമ്മളൊക്കെ പറഞ്ഞ ആളുകളാണ്. പിന്നെ അതിനൊരു പ്രതിവിധി എന്താണ് പോയൊന്നും പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കുക. അങ്ങനെ നമ്മളെല്ലാം നിലക്കും നമ്മൾ പറയാം, മനസ്സിന്റെ മാലിന്യങ്ങൾ കളയേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ മനസ്സിന്റെ ഒരു ഭാരം 2 പേര് തമ്മിൽ പിണങ്ങി നിൽക്കുക. ഒന്ന് സലാം പറഞ്ഞു മുസാഫാത്ത് ചെയ്ത് എത്ര ഭാരൊഴിഞ്ഞു കിട്ടും, ഇല്ലേ? എത്ര മനസ്സിന്റെ ആശ്വാസം കിട്ടും. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചിന്തിക്കുക. കാരണം ഈ വെറുപ്പ് വന്നാൽ പിന്നെ നാശം കാണാൻ ആഗ്രഹിക്കുക. അങ്ങനെ ചിന്തിക്കും തോറും നമ്മുടെ ഒരു മനസ്സിലൊരു ശത്രുവിനെ കൊണ്ട് നടന്ന് അവനോട് വെറുപ്പ് വെച്ച് നമ്മുടെ ഈ ഭാഗത്ത്
സർവ്വതും ഇവരെങ്ങനെ നശിച്ചു കാണും. അതേമാതിരി അവനെ ചിന്തിച്ചാൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവൻ നരകത്തിലൊരു ഭാഗം എന്ന് പറയുന്നത് ഉത്തമയാണ്. ആ ഉത്തമയെ തയ്യാറാക്കിയത് ആർക്ക് വേണ്ടിയാണ്? അതുപോലെ നരകത്തിലെ 7 ഭാഗങ്ങളിൽ ഒരു ഭാഗം ആർക്ക് വേണ്ടിയാണ് അള്ള വെച്ചിട്ടുള്ളത്? ഈ പറയുന്ന ടീംസുകൾക്കുള്ളതാണ്. അതിൽ പെടാതിരിക്കാൻ ഞാനടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനുറഹീമായ റബ്ബേ, നമ്മൾ പറഞ്ഞത് കേട്ടത് നമുക്ക് സ്വാലിഹായ അമലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. റബ്ബേ, അവശേഷിക്കുന്ന ദിനങ്ങൾ പൂർണ്ണമായും നിന്റെ തോഴത്തിലാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്റിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാൻ. നിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഇഅ്തിഖും മിനന്നാറും ഒക്കെ നൽകി പാപികളായ സാധുക്കളായ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ ലോക ജീവിതവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളുടെ ദുആകൾ ലഭിച്ചവരുടെ സർവമാന പാപങ്ങളും ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അവശേഷിക്കുന്ന ജീവിതം എത്രയാണെങ്കിലും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും അകന്ന് നിന്റെ ത്വഅത്തിലായി നിസ്കാരം ഖളാഅക്കാതെ കൃത്യമായി നിർവഹിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കളുടെ കുടുംബങ്ങളും ദുആകൾ ലഭിച്ചവർക്കൊക്കെ നീ നൽകണേ റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم.